പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, ദൈവാനുഗ്രഹത്തിനായി നമ്മുടെ അമ്മയായ പരിശുദ്ധ വിടുതൽ മാതാവിന്റെ സ്നേഹമൃഢമാക്കുന്ന വേല നടത്തുന്നതിന് നമ്മുടെ പാവങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും യേശുവിന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനുമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. ദിവ്യേശുവേ, ഞങ്ങൾ പാപങ്ങളെ കുറിച്ച് മനസ്തപിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യുന്നു. പട്ടുമലവാഴും മാതാവേ, കടലേ മാതാവേ. ചേട്ടൻ കൂടുമ്പോൾ ഇതില് ഇവിടെ എന്താ സാധാരണ നേർച്ചയായിട്ട് ഉപയോഗിക്കുന്ന പട്ടും? തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ പല ആവശ്യങ്ങളുണ്ടല്ലോ, പല വിധത്തിലുള്ള. ഇപ്പം വിവാഹം കഴിക്കാനോ, അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കാനോ, വിദേശം പോകാനോ, പഠിക്കാനോ, വീട് വെക്കാൻ, കാറ് വാങ്ങിക്കാൻ, അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുണ്ടല്ലോ. അതിനെല്ലാം മാതാവിന് സമർപ്പിച്ച് പട്ടും തിരിയാണ് കത്തിക്കുന്നത്. പട്ട് കൊണ്ടുപോയി നമുക്ക് മാതാവിൻ്റെ ഫ്രണ്ടിലും പള്ളിക്കകത്ത് ഫ്രണ്ടിലും ബേക്കിലുമായിട്ട് മാതാവിൻ്റെ രൂപമുണ്ട്. നമ്മളതിൽ പുതപ്പിച്ചാൽ മതി. നമ്മുടെ ആവശ്യങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് അത് പുതപ്പിക്കുക. തിരി അപ്പുറത്ത് ഗ്രോട്ടോയിൽ കത്തിക്കുക. അതെ അല്ലേ. ഇവിടെ സാധാരണ എങ്ങനത്തെ ആൾക്കാരെ കൂടുതൽ വരുന്നത്? ഇവിടെ എല്ലാവരും വരുന്നത്, എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നുണ്ട്. പക്ഷെ എസ്പെഷ്യലി ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ടൂറിസ്റ്റുകളപ്പോൾ കുറേ പേരുണ്ടാവും. ടൂറിസ്റ്റുകൾ കാലത്ത് ഒരു ഉച്ചവരെയും ടൂറിസ്റ്റുകൾ വരാറുണ്ട്, ഫോറിനേഴ്സ് ഉൾപ്പെടെ. ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയാണോ? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അടുത്ത് തന്നെ. എങ്ങനെ ഈ റൂട്ടും ഇവിടുത്തെ ഇത് റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് വഴി വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരി അല്ലെ കോട്ടയം വഴി കുമളി റൂട്ടാണിത്. കേക്ക റോഡ് എന്ന് അറിയപ്പെടുന്നത്. ഇത് കേക്ക റോഡ് കോട്ടയം കുമളി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു 85-90 കിലോമീറ്റർ ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇവിടെ ഏത് ദിവസങ്ങളിലാണ് കൂടുതൽ ആൾക്കാരുണ്ടാവും? ഇവിടെ വെള്ളി, ശനി, ഞായറാണ് പൊതുവെ കൂടുതൽ. ഇന്നിപ്പോൾ ഈ കാലാവസ്ഥയ്ക്കാണ്ട് ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ. അല്ലാതെ ആൾക്കാരല്ലാതെ വന്നും പോയി ഇരിക്കുന്നവരുണ്ട്, തീർത്ഥാടകരായിട്ട് അല്ലാതെ വരുന്നവരുണ്ട്. ഓഹോ. ഈ പട്ടുടിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണ്? പട്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ പ്രത്യേക കളറൊന്നുമില്ല. ഏത് കളർ വേണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും വെക്കാം. നമ്മളിത് കൊണ്ടുപോയി ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി മാതാവിനെ ഇങ്ങനെ പുതപ്പിക്കുകയാണ്. ഇവിടെ കേട്ടിട്ടുണ്ട് ഈ കുട്ടികളില്ലാത്ത. അതെ, അതിനു വേണ്ടി കുട്ടികൾ ജനിക്കാൻ അവരാണ് ഏറ്റവും കൂടുതൽ. ഈ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഇതും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. പിന്നെ പരീക്ഷ എക്സാം പാസ്സാകാനും വിദേശത്ത് പോകാനും അങ്ങനെയൊക്കെയുള്ള പല രീതികളുണ്ട്. നല്ല അത്ഭുതമുള്ള ഒരു പള്ളിയാണ്, വളരെ അധികം അത്ഭുതമുള്ള പള്ളിയാണ്. മാതാവ് 2 പ്രാവശ്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അതിന്റെ പേരിലാണ് അപ്പുറത്തെ സൈഡിൽ, പള്ളിക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് ഗ്രോട്ടോ പണിത്. അതൊരു ബുധനാഴ്ച ദിവസമായിരുന്നു. അന്ന് എറണാകുളം ആ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം ഭക്തജനങ്ങളുണ്ടായിരുന്നു. ഒത്തിരി ബസ്, ഒരു 8-10 ബസ്സോളം ഉണ്ടായിരുന്നു. നിറച്ച ആളാണ് വന്നത്. അങ്ങനെ ഒരു സമയത്താണ് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥന കാര്യങ്ങൾ, കുർബാനയെല്ലാം കഴിഞ്ഞ ശേഷമായിരുന്നു ഈ സംഭവം. അപ്പോൾ ഇത് കുറച്ച് പേര് പള്ളിക്കകത്തുണ്ടായിരുന്നു, കുറച്ച് പേര് പിന്നെ ഗ്രോട്ടോയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ മാതാവ് ഒരു ഗോളത്തിലായിരുന്നു, പ്രകാശഗോളമായിരുന്നു. അതിലാണ് മാതാവ് ഉണ്ണീച്ചം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. വലിയൊരു അത്ഭുതമായിരുന്നു. എത്ര കാലമായി ഇവിടെ കപ്പ്യാരായിട്ട്? കപ്പ്യാരായിട്ട് ഒരു 23 വർഷത്തോളം ആയി. ഇവിടെ തന്നെയാണോ നിൽക്കുന്നത്? ഇവിടെ ഈ പള്ളി തന്നെ. ഈ പള്ളി അമ്മച്ചിയുടെ കാലം തന്നെയാ. എങ്ങനെ ഇവിടേക്ക് കപ്പ്യാരായിട്ട് വന്നതും? ഇവിടെ വന്ന് നമ്മൾ താഴത്തെ കുരിശടി നിന്ന് ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊന്ന് തോന്നി, ഒരു പണിയില്ലല്ലോ. അപ്പോൾ എനിക്ക് സ്വയം ഒന്ന് തോന്നി പള്ളിക്കകത്തുനിന്ന് കയറണം. നമ്മളൊരു അലമ്പായിരുന്നേ. അപ്പോൾ എല്ലാം പോയി, കച്ചവടം പോയി, കാശ് പോയി, പണി പോയി, ഒരു പണിയില്ല. നമ്മൾ എങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ. അപ്പോഴേ അമ്മച്ചോടൊന്ന് ചോദിക്കാം. എങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ഉണ്ട്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോവും. അങ്ങനെ ഇരുന്നപ്പോൾ വന്ന വഴി താഴത്തെ റോട്ടിൽ നിന്നു, ബസ് ഇറങ്ങി അവിടെ നിന്നു. മാധവര് ചോദിച്ചു, അമ്മച്ചി ഇവിടെ കയറാനായിട്ട് എനിക്ക്
ആരുടെയും ആവശ്യമില്ല. അതേസമയം പള്ളി കയറാനും ആരുടെ ആവശ്യമില്ല. എനിക്ക് ഇതിൻ്റെ ഒരു വളയമുണ്ടല്ലോ, ആ വളയ വിട്ടിരിക്കുന്നതിൻ്റെ അകത്തൊന്ന് കയറണം. അമ്മയ്ക്ക് ഒരാഴ്ച ഇവിടെ എന്നെക്കാളും വെടുക്കനായ ഒരു കപ്പ്യാരെന്ന് പറഞ്ഞ് ഒരച്ചായനുണ്ടായിരുന്നു. എന്നേക്കാളും കൂടുതൽ വയസ്സുണ്ട് പുള്ളിക്ക്. പട്ടാപ്പേരാ, കപ്പ്യാരെന്നുള്ള പേരാ. അപ്പം അങ്ങനെ ഇരുന്ന് ആ പുള്ളിക്ക് ഒരു നടുവേന വന്നു. നടുവേന വന്നപ്പോഴത്തേന് എന്നെ അറിയാവുന്ന അച്ഛന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. പള്ളി വരുമ്പോഴൊക്കെ കാണും. അപ്പോൾ ഈ പുള്ളി ആശുപത്രി കൊണ്ടുപോയി. ഇവിടെ പിന്നെ ആളില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പല വ്യക്തികളോടൊക്കെ ചോദിച്ചെങ്ങനെയെന്ന് പറയും. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോന്നു. ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇവിടെ 1 മാസം താമസിച്ചു. ഒരു കാര്യം എനിക്കറിയത്തില്ല. ഈ മെഴുകുതിരി വെക്കാൻ പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെ നേരെ പല ഇങ്ങനെ നടക്കും, വഴിക്കും പോവും വരും. എന്നെ പഠിപ്പിച്ചു തന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. നല്ലൊരു വ്യക്തിയായിരുന്നു. അച്ഛന് പേര് പ്രമോഷൻ എന്ന് പറയും. അച്ഛനായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കും. രാവിലെ കുർബാനയ്ക്കൊക്കെ പള്ളി തുറന്നിട്ട് അച്ഛൻ എത്ര നാൾ എന്നെ സഹായിക്കും. ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കണ്ടേ. നാളെ തൊട്ട് ഞാൻ ചെയ്യാം. അന്ന് തൊട്ട് ഇന്നേ വരെ ഈ പള്ളിക്കകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാനായിട്ട് അമ്മയും മോനും എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. മറിച്ച് ഞാൻ മണ്ണോട് മണ്ണാകേണ്ട സമയം കഴിഞ്ഞു പോയി. 10 വർഷത്തിന് മുമ്പ് ഇവിടെ ഈ പള്ളി പണിതൊരു അച്ഛനുണ്ടായിരുന്നു. പൊളിസ് എന്ന് പറയും. താഴെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതാണ് അച്ഛന് ദർശനം കിട്ടിയാണ് ഇവിടെ പള്ളി പണിതത്. അപ്പോഴച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ഇതുപോലെ പോയപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. തിരി കത്തിച്ചു. മാതാവിൻ്റെ രൂപവും പടങ്ങൾ എല്ലാം ഉണ്ട്. കൊച്ചൊരു പള്ളി പോലൊക്കെ ആക്കി തീർത്ത് വെച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേനെ ചവിട്ടിയപ്പോൾ ഏതാണ്ട് തണുപ്പ് പോലെയായിരുന്നു. തവളയായിരിക്കും. പിന്നെ മാറി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് തിരിച്ച് വന്നപ്പോഴത്തേന് അതിനേക്കാളും വലിയ തണുപ്പ് കാല് വെച്ചപ്പോൾ പന്ത് കളിക്കുന്ന ബോളിൽ പഴയ കാര്യം ഓർത്ത് ഒരു തട്ട് വെച്ച് കൊടുത്തു. അതൊരു 1.5 അടി അണലി. ഒരു ദിവസം തികയുന്നതിന് മുമ്പ് ഇവൻ ആഫീസ് പോക്കാം. അപ്പോഴെന്തെന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞ്, എടാ അവനെ കൊല്ലല്ലേ, നീ അവൻ്റെ പാമ്പിൻ്റെ വായിൽ ഒരു പാറ്റയെ കൊടുത്ത്. ഇത്രയും മുഴുപ്പുള്ള ഒരു പാറ്റ പാമ്പിൻ്റെ വായിലുണ്ടായിരുന്നു. ഈ നീളം പാമ്പാണ്. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ പാമ്പിൻ്റെ പുറത്ത് ചവിട്ടി. എടാ നിന്നെ പാമ്പ് കടിക്കുകയല്ല, അമ്മ നീ നിനക്കൊണ്ട് അമ്മയുടെ അടുത്ത് നീ ഇരിക്കുന്നു എന്ന് അച്ഛൻ മറുപടി പറഞ്ഞു. അതുപോലെ അമ്മ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അമ്മ ചെയ്തു തന്നിട്ടുണ്ട്. ഓ മറിയമേ, ധന്യയായ മാതാവേ, തിരുസഭയുടെ സംരക്ഷകയെ, നിത്യം സ്വർഗ്ഗത്തിൽ വാഴുന്ന ജനനി, അവിടുത്തെ തിരുക്കുമാരന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിത ക്ലേശങ്ങളിൽ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. കുരിശാണ് ശക്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. നിന്റെ പുത്രൻ കുരിശിൽ മരിച്ച് ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. ഉദ്ധാനത്തിന്റെ പ്രത്യാശയോടെ കുരിശ് വഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. നിരാശയിലും അന്ധകാരത്തിൽ പതിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ കതിരൊളി വീശണമേ. അങ്ങേ തിരുക്കുമാരന്റെ കാര്യത്തിൽ ആശ്രയിച്ചും യാചിക്കുന്ന ഏവർക്കും നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും അവിടുത്തെ പ്രാർത്ഥനയുടെ ബലത്തോടെ വിശ്വാസത്തിൽ നിറഞ്ഞും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നൊവേന വഴിയായി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ സന്നിധി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ പട്ടുമല മാതാവ്? അടിപൊളിയാണ്. എത്ര കാലം നിങ്ങൾ പാട്ടുപാടാനൊക്കെ വന്നിട്ട് ഇവിടെ? 1.5 വർഷമായി. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ അതോ? ഞങ്ങള് രണ്ടും പഠിക്കുവാണ്. ഇവര് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ലീവിലാണ്. വർക്ക് ചെയ്യാൻ ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ.
ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ കൊയറിലൊക്കെ ആയിട്ട് പാട്ട് പാടാനൊക്കെ വരുമ്പോൾ എന്താ സന്തോഷം കിട്ടാറുണ്ടോ? സന്തോഷം, നല്ല സന്തോഷമാണ്. കാരണം അനുഭവങ്ങളുണ്ടോ? ഉണ്ട്, ഒരുപാട് പേഴ്സണലായിട്ട് കുറേ അനുഭവങ്ങളുണ്ട്. ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടി, ഒരു ആൺകുട്ടിയാണ്, ഓൾമോസ്റ്റ് ഒരു 13 വയസ്സ് പ്രായം ഉണ്ടായിരിക്കും. ആ കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് സംസാരിക്കില്ലായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയെന്ന് പറഞ്ഞ് അവരിവിടെയാണ് വന്ന് ആ കുട്ടിയുടെ ആദ്യ കുർബാന നടത്തിയത് കഴിഞ്ഞ സാറ്റർഡേ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ തീർച്ചയായിട്ടും ഫലം കിട്ടുന്നുണ്ടെന്നാണ്. എന്ത് എക്സാം ആണെങ്കിലും എന്ത് ഇന്റർവ്യൂ ആണെങ്കിലും ഞങ്ങൾക്കൊരു വിശ്വാസമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പോകാറുള്ളൂ. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. യാതൊരു പ്രിപ്പറേഷനും കൂടാതെ എഴുതിയത്. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ 2-ാം തീയതി ആയിരുന്നു. അപ്പം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മാതാവിൻ്റെ നൊവേനയിൽ പ്രത്യേകം പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന്. എക്സാം എഴുതിയിട്ട് വന്നപ്പോഴും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എന്തൊക്കെയോ ആണ് എഴുതി വെച്ചത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ 15ാമത്തെ ഒരാളായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം എനിക്ക് അത് ശരിക്കും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നിയത്. എത്ര കാലം ഈ നിങ്ങളുടെ കൊയറിൽ വരാനും പാടാനൊക്കെ തുടങ്ങിയിട്ട്? ഞങ്ങൾ 4 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. ഇവരെ അതിൽ കൂടെ ഞാനൊരു 32 വർഷത്തിന് മുകളിലായി. 32 വർഷത്തിന് മുകളിൽ. ഇവിടെ സ്റ്റാർട്ടിങ് എങ്ങനെ? ഇവിടെയാണ് പാടി തുടങ്ങിയത്. ഇവിടെയാണ് പാടി തുടങ്ങിയത്. ജീവിതത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് എന്തെങ്കിലും ഒരു ദിവസം ഇപ്പോൾ സന്തോഷം, ഒരു ദിവസം ദുഃഖമായിരിക്കും, അല്ലെങ്കിൽ രോഗങ്ങളായിട്ടാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഇന്ന് വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ടാണെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് സാധിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് എനിക്കൊരു മോനെ കിട്ടിയത്. ഇവിടുന്ന് പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ടുണ്ട്. ജോലിക്ക് അനുഗ്രഹം കൊണ്ട് പ്രത്യേകിച്ചായിട്ട് നൊവേനയിൽ ജാതി മതഭേദം ആയിട്ടാണ് എല്ലാവരും. അപ്പം നൊവേനയിലാണ് കൂടുതൽ പ്രാർത്ഥനകൾ വരുന്നത്. അപ്പം അച്ഛൻ ഇവിടെ നൊവേനയ്ക്ക് അത് വായിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ഈ ജോലി കിട്ടിയ കേസാണ് ഒത്തിരി. പിന്നെ ഒത്തിരി സീരിയസ് ആയിട്ട് കിടക്കുന്ന കേസുകളൊക്കെ പറയുമ്പോൾ ഇവിടെ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ഒത്തിരി മാറ്റങ്ങൾ കിട്ടുന്നുണ്ട്. എത്ര കാലം ഇവിടെ വന്നിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് 3-4 വർഷമായി. 2018 വന്നാണ് ഞാനിവിടെ. ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര കാലം? കട തുടങ്ങിയിട്ട് 3-4 വർഷമായി. ആണോ? ഇവിടെ എങ്ങനെയാ തിരക്കൊക്കെ എങ്ങനെയാ? തിരക്കെന്ന് പറഞ്ഞാൽ സാറേ, ഈ കൊറോണയ്ക്ക് മുമ്പ് ന്യായമായ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. ഈ കൊറോണ വന്ന ശേഷം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുമില്ല. വളരെ ബിസിനസ് വളരെ പുറകോട്ടാണ്. പിന്നെ പട്ടുമല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കച്ചവടം ചെറിയ തോതിൽ അങ്ങനെ നടന്നു പോകും. സാധാരണ ഏതൊക്കെ ദിവസം അവിടെ തിരക്ക് കൂടും? എല്ലാ തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളി ശനി എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളൊക്കെ വരും പുറത്തെന്ന് പറഞ്ഞാൽ. ഈ സത്യത്തിൽ ഈ പട്ടുമല മാതാവ് ഈ ലോകം മൊത്തം അറിയുന്നതാണ്. അപ്പം ഈ അതായത് ലോകം മുഴുവൻ വെള്ളക്കാരായിട്ട് വരുന്നുണ്ട്. ഇന്ത്യക്കാരുണ്ട്, ആന്ധ്രക്കാരുണ്ട്, തമിഴ്നാടുകാരുണ്ട്, എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. വന്ന് 1 മിനിറ്റ് മാതാവിനെ കണ്ട് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അവർ അടുത്തൊരു സ്ഥലത്തോട്ട് പോവുള്ളൂ. അങ്ങനെ എൻ്റെ പട്ടുമല മാതാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പള്ളി നമ്മൾ തുടങ്ങുന്നതിന് തുടക്കം മുതലേ ചേട്ടൻപടി ഉണ്ടോ? ഇല്ല. ഞാൻ അന്നേരം മൂങ്കലാർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് എനിക്ക്. മൂങ്കലാർ എന്ന് പറഞ്ഞാൽ അത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല എസ്റ്റേറ്റിൽ അവിടെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുടുംബമായിട്ട് വന്നിട്ട് 3 വർഷമായി. 3 വർഷമായി. അതെ. എങ്ങനെയാ ഇവിടെ ആൾക്കാർക്കൊക്കെ മാതാവിനെ കുറിച്ചും ഈ പള്ളിനെ കുറിച്ചൊക്കെ എന്താണ്? അത് പ്രത്യേകം ഒന്നും പറയണ്ട സാറേ. മാതാവിൻ്റെ അനുഗ്രഹം വാരി കോരി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാമല്ലോ. അതായത് എൻ്റെ കൊച്ചൊരു 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അന്നേരം പെട്ടെന്നൊരു പനി വന്ന ഉടനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സ്കൂളിൽ നിന്ന് പിള്ളേർ ഓടി വന്നിച്ച് പറഞ്ഞ് പപ്പ ഇങ്ങനെ കതീഷേട്ടൻ സുഖമില്ലാതെ കൊണ്ടുവന്നിരിക്കുക, വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി സൗകര്യങ്ങളില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കൊച്ചിന് ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി.
എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഞങ്ങളുടെ മാനേജരോട് പറഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് വണ്ടിപ്പെരിയാർ ആശുപത്രി കൊണ്ടുപോയി. വണ്ടിപ്പെരിയാർ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഒന്നും കൊടുത്തു. ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുത്തിട്ട് പിന്നെ കൊടുത്തേ ഉള്ളൂ, പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലാക്കാണ്ട് ഞാൻ അന്നേരം തന്നെ ഡോക്ടറോട് പോലും പറയാതെ ഈ ചീട്ടും കയ്യിലെടുത്തുകൊണ്ട് ഞാൻ 66 ആശുപത്രി പോയി. 66 ആശുപത്രി പോയി. അവിടെ ആൻ്റണി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് കൊണ്ട് കാണിക്കുന്നത്. അപ്പം പുള്ളിയെല്ലാം പരിശോധിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് കൊച്ചിന് പോളിയോയുടെ അസുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു പോളിയോയുടെ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ പോളിയോയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്നിട്ട് 9 ദിവസം അവിടെ കിടന്നു. ഈ കൊണ്ടുപോയ അന്നത്തെ ഫസ്റ്റ് ദിവസം സംസാരിച്ചതല്ലാതെ ഈ 9 ദിവസം ഒന്നും സംസാരിച്ചില്ല. ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. 9 ദിവസം ഇങ്ങനെ, അതായത് ഒരു ശവം എങ്ങനെ കിടക്കും ആ സ്റ്റൈലിലാണ് കിടക്കുന്നത്. കയ്യും കാലിലെല്ലാം ഇങ്ങനെ കോച്ച് പെടലെല്ലാം ഇങ്ങനെ വെച്ച് സംസാരിക്കുകയല്ല. അപ്പം നമ്മൾ വിളിക്കുവാണെങ്കിൽ ബാ 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 അങ്ങനെ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ ഒരു 11:50 ആയപ്പോഴത്തേക്ക് എന്നെ പെട്ടെന്ന് മനസ്സിനകത്ത് തോന്നുക. അതുവരെ മനസ്സിനകത്ത് തോന്നിയിട്ടില്ല. അപ്പോൾ പട്ടുമല മാതാവിന് ഒരു നേർച്ച നേർന്നാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 11:50 ആയപ്പോൾ കറക്റ്റ് ഞാൻ നേർച്ച മനസ്സിനകത്ത് എൻ്റെ പൊന്നു മാതാവേ, എൻ്റെ കൊച്ചിന് ആയുസ് കൊടുത്തേക്കുവാണെങ്കിൽ അവനോളം പൊന്നുകൊണ്ട് ഒരു നൂല് വലിച്ചേക്ക് ഞാൻ പള്ളി കൊണ്ട് സമർപ്പിക്കാം മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരിങ്ങനെ ചോരുക. അപ്പം കരഞ്ഞിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് 11:55 ആയപ്പം 9 ദിവസം ഉണ്ടായിരുന്ന കൊച്ച് പപ്പാന്നെ വിളിച്ച്. അപ്പം ഇത് ഞാൻ കേൾക്കുന്നില്ല. വാർഡിലുള്ള അത്രയും പെണ്ണുങ്ങൾ ചാടി എണ്ണിച്ച് ഓടി എൻ്റെ അടുത്ത് വന്നു. ഒരു സ്ത്രീ വന്നിച്ച് പറഞ്ഞ് ചേട്ടാ കതീഷ് വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് വാർഡിലോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് എനിക്ക് ചീച്ചു മുള്ളണമെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ കൈ കാണിച്ച്. പിന്നെ ഞാനിങ്ങനെ കോരി എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് കയ്യും കാലെല്ലാം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ഡ്രോപ്പ്, ഒരേ ഒരു തുള്ളി മൂത്രം മാത്രം മതി എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ കൊണ്ട് കട്ടിലേ കിടത്തി പിരിച്ച് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങ് പതറിപ്പോയി. സംഭവം കൈവിട്ട് പോകുന്ന ലക്ഷണമാണെന്ന് പറഞ്ഞ് പതറിപ്പോയി. അപ്പം പിന്നെ എന്നെ അടുത്തെന്നറിയാവോ, ഞാൻ ഓടിച്ചെന്ന് ഡോക്ടറിനെ വിളിച്ച്, ആൻ്റണി ഡോക്ടർ വിളിച്ച് പറഞ്ഞ് സാറേ കൊച്ചു മിണ്ടി മരണം സാറേ എന്ന് പറഞ്ഞു. പുള്ളി അന്നേരം തന്നെ അവിടെ ഓടി വന്നേച്ച് എന്നെ കൊച്ചിനെ പരിശോധിച്ച് പറഞ്ഞ് താൻ ഏത് ദൈവത്തിന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ആ ദൈവമാണ്, സങ്കടമുണ്ട് ഇനി സാറേ, ആ ദൈവമാണ് ആയുസ് തന്നിരിക്കുന്നത്, നാളെ തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പട്ടുമല മാതാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ നേർന്നത്. അപ്പം നാളെ തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി 49 ദിവസം അവിടെ ഇരുന്നു. പിന്നെ കർണാടകയിലെ ഗ്ലോറി എന്ന് പറഞ്ഞ ഡോക്ടറാണ് കൊച്ചിനെ നോക്കുന്ന ഒരു കർണാടകക്കാരൻ. നോക്കി 49 ദിവസം അവിടെ ഇരുന്നിട്ട് അന്നേരം ഇടയ്ക്കിടയ്ക്ക് അന്നാഹാരം എല്ലാം കൊടുക്കും. ഇങ്ങനെ കൊടുത്ത് ട്രയൽ റൺ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് 49 ദിവസം ഇരുന്നപ്പോൾ കറക്റ്റ് സെറ്റായി. ഡോക്ടർ പറഞ്ഞ് ഇനി കതീഷിൻ്റെ മരണമൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഒത്തിരി ഭയങ്കര കടവായിപ്പോയി. എനിക്ക് ഭയങ്കര കടമെന്ന് വെച്ചാൽ തീരാത്ത കടവായിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയും ജോലി ചെയ്ത്, എൻ്റെ ഭാര്യയുടെ പേര് നെസം എന്നാണ്, ജോലി ചെയ്ത് ഞങ്ങളെ കടമെല്ലാം വീടി ഏറെക്കുറെ കയ്യിൽ ഇച്ചിരി പൈസ ആയപ്പോഴത്തേക്ക് അന്നേരം 6 മാസം പിന്നിട്ട് നേർച്ച കൊടുത്തില്ല. പിന്നെ തട്ടാൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞായിരുന്നു ഞാൻ. അപ്പം തട്ടാൻ പറഞ്ഞ് 1 ഗ്രാം സ്വർണത്തിൽ എനിക്കൊരു കൊച്ചിനൊരു നേർച്ചയ്ക്ക് വേണ്ടി ഒരു നൂല് വലിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഒരു 1/4 മണിക്കൂർ അയാൾ പയറ്റി, ആ തട്ടാൻ പയറ്റി അടിച്ചടിച്ച് നീട്ടി കൊണ്ടുവന്ന് വെച്ച് അന്നേരം ഇത്രയും പൊക്കമുള്ള ആൾ ഇത്രയും പൊക്കം കൂടെ വന്നു. ആ നൂല് സ്വർണ്ണം ഇത്രയും പൊക്കം കൂടെ വന്നപ്പോഴത്തേക്ക് ആ തട്ടാൻ തന്നെ പൊതിഞ്ഞ് കൈ തന്നിട്ട് എൻ്റെ മോന് പേര് കതീഷ് എന്നാണ്, ആയുഷ് 100 തരട്ടെ, കൊണ്ട് എവിടെ നിങ്ങൾ നേർച്ച നേർന്നോ അവിടെ കൊണ്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയും ആ നൂല് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്ന്, അന്നേരം നമ്മുടെ പുതിയ പള്ളിയില്ല, പഴയ പള്ളി ഇവിടെയാണ്, പഴയ പള്ളി. അവിടെ കൊണ്ട് പീറ്റർ അച്ഛൻ എന്ന് പറയുന്ന അച്ഛനുണ്ടായിരുന്നു. അപ്പം അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ മരിച്ചുപോയി. ആ അച്ഛനും കരഞ്ഞ്, ഞാനും കരഞ്ഞ്, എൻ്റെ പെണ്ണുപിള്ളയും കരഞ്ഞ്. പിന്നെ അത് അച്ഛൻ്റെ കൈ കൊടുത്തേച്ച് അച്ഛൻ ഇന്നമാരിയാണ് സംഭവം, എൻ്റെ കൊച്ചിന് പട്ടുമല മാതാവാണ് ആയുസ് തന്നത്, അതുകൊണ്ട് പൊന്നുകൊണ്ട് ഒരു നൂല് വലിച്ച് ആ നൂല് അച്ഛനെ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൈ കൊടുത്ത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞ് എഴുതി തന്നിട്ട് പിന്നെ ഞങ്ങൾ പള്ളിക്ക് കണ്ടിന്യൂ ആയിട്ട് വരും. ദൂരെയാണ്, അല്ല സമയം കിട്ടുമ്പോൾ വരും. അന്നേരം അച്ഛനെ കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത. അപ്പം അച്ഛൻ പറഞ്ഞ് ഒരു കടലാസിൽ എഴുതി തരണം, എനിക്ക് വായിച്ച് സാക്ഷ്യം പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു സാക്ഷ്യം ഞാൻ കയറുന്നില്ല, ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പൊന്നു മാതാവ്, എൻ്റെ പട്ടുമല മാതാവ് ആയുസ് തന്നു. ഇതിപ്പം ഈ പട്ടുമല എസ്റ്റേറ്റിൽ ജോലി ചെയ്യുവാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്, 2 പെണ്ണും 1 ആണും ഉണ്ട്.
മോന്. അപ്പം ഞാൻ മോൻ പോകുന്ന പുറകെ ഞാനും പോവുക. പിന്നെ പട്ടുമല മാതാവ് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തെന്ന് മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പട്ടുമല വാഴും പരിശുദ്ധയമ്മേ, പട്ടുമല മാതാവേ, അമ്മേ പട്ടുമല മാതാവേ. പട്ടുമല വാഴും പരിശുദ്ധയമ്മേ, പട്ടുമല മാതാവേ, അമ്മേ പട്ടുമല മാതാവേ. ശാന്തി സമാധാനം നൽകിടുവാനായി ഉന്നതഗിരി തന്നിൽ വാഴുന്നു. ശാന്തി സമാധാനം നൽകിടുവാനായി ഉന്നതഗിരി തന്നിൽ വാഴുന്നു. ആശ്രിതർക്കവലംബമാകുന്നൊരമ്മേ, ആശ്രയ സങ്കേതമാകുന്നൊരമ്മേ, പട്ടുമല വാഴും പരിശുദ്ധയമ്മേ.